ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു സിറ്റുവേഷനും അതോടൊപ്പം അവരുടെ ഒരു ഫീലിങ്സും എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് എന്താണ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, ഇപ്പോഴത്തെ അവരുടെ ഒരു ഫീലിങ്സ് എന്താണ്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണ്, അവരുടെ ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. കറന്റ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ആൻഡ് ഓൾസോ ദ ഫീലിങ്സ് എന്താണ് എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുമൊക്കെ നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ്, അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്. ഓക്കെ, 6 ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ മെയിനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെയധികം സ്നേഹത്തോടെ നിങ്ങളിലേക്ക് വരാനായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ എന്നുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകാം. പക്ഷെ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇവരുടെ ഒരു ഫീലിങ്സ് നിങ്ങളുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലൂടെ ആയിരിക്കാം പോകുന്നത്, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട്, ബ്രേക്കപ്പ്, ആ ഒരു രീതിയിൽ നല്ല ഒരു രീതിയിലല്ലാത്ത രീതിയിലായിരിക്കും ഈ റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു റീസ്റ്റാർട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു നോ കോണ്ടാക്റ്റിൽ ആയതുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തത് വളരെയധികം അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള എനർജീസ് വരുന്നുണ്ട്. പിന്നെ ഈ നോ കോണ്ടാക്റ്റിലായതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലായിരിക്കാം, അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ വിട്ടിട്ട് പോയിട്ടുണ്ടാകാം എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ആ സെയിം ഒരു ഫീലിങ്സ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഉള്ളത്. നിങ്ങളുടെ പേഴ്സണും വിചാരിക്കുന്നു നിങ്ങൾ മൂവ് ഓൺ ചെയ്തു എന്ന് തന്നെയാണ് അവർ കരുതുന്നുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പിലേക്കൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടാകാം എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്നുണ്ടാകും. ഇവിടെ നിങ്ങളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി വളരെയധികം നിങ്ങളെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളോട് ഇഷ്ടമുണ്ട് അവർക്ക്, നിങ്ങളുമായിട്ടൊരു റീസ്റ്റാർട്ട് ഈ റിലേഷൻഷിപ്പിന് ഉണ്ടാകണം, ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം, ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റ് തരണം എന്നൊക്കെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നുള്ള എനർജീസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശ്വാസവഞ്ചന നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. ഓക്കെ, അപ്പൊ അതിന്റെ പേരിലുള്ള ഒരു ആർഗ്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാകാം. അതിനെ ചൊല്ലി നിങ്ങൾ പല പ്രശ്നങ്ങളും, വഴക്കുകളും, പ്രോബ്ലംസും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടാകാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ പാസ്റ്റില് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് സ്നേഹം നിങ്ങളോട് മാനസികമായിട്ട് അവർക്ക് തോന്നുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്നുള്ളതാണ്. ഈ ഒരു സമയം മേ ബി അവരുടെ ഈ ഒരു സമയമാറ്റം, അവരുടെ ലൈഫിലെ ഒരു സമയമാറ്റം കൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതും ഇപ്പോൾ ഒരു റീകൺസിലേഷന് വേണ്ടി ഇവർ ആഗ്രഹിക്കുന്നതും ഒക്കെ ഈ ഒരു ഇവരുടെ ഫെയ്ത്തിലുള്ള കാര്യമായിരിക്കാം. ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ടായിരിക്കാം. കാരണം പല കാര്യങ്ങളും ഇവര് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ അവർ ഓൾറെഡി പഠിച്ചു, അവർക്ക് മനസ്സിലായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് ലവ് എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. വളരെയധികം സ്നേഹത്തിന്റെ ഒരു എനർജീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ട് അകന്ന് നിന്ന സമയത്തുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ഒരു മാറ്റം അവർ വന്നിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെ ഇവർ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാകാം. ആ ഒരു മാറ്റങ്ങളായിരിക്കും ഇവർക്ക് വന്നിട്ടുണ്ടാവുക. എന്താണെങ്കിലും
പാസ്റ്റില് ഇവർക്ക് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്, പാസ്റ്റിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് വളരെയധികം ഒരു സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട്. പിന്നെ ബാലൻസ് ഇല്ലാത്ത ഒരു അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ ഇല്ലാത്ത, ഒരു ഹാർമണി ഇല്ലാത്ത റിലേഷൻഷിപ്പ് എന്ന രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവർക്കും അത് മനസ്സിലാവുന്നുണ്ട്, ഈ റിലേഷൻഷിപ്പിന് ഒരു ബാലൻസ് ഇല്ല, ഒരു സെറമണി ഇല്ല, ഒരു സെലിബ്രേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ ലെസ് കോണ്ടാക്ട് പോകുന്നവരാണെങ്കിൽ പോലും അങ്ങനെയാണ് ഇവർക്ക് തോന്നുന്നത്, ഈ ഒരു പേഴ്സണ് തോന്നുന്നത്. അപ്പോൾ ഒരു ബാലൻസ് വരുത്താനായിട്ടും ഒരു സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊക്കെ ഒത്തിരി അധികം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന എനർജീസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ എന്താണോ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ, അത് എൻഡ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനൊരു അവസാനം ഉണ്ടായി, ആ ഒരു സിറ്റുവേഷൻ ഒരു അവസാനം, ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഒന്ന് അവസാനിച്ചതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കമാണ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ പ്രതീക്ഷിക്കുന്നത് അതാണ്. അപ്പോൾ ഇവിടെ വളരെ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജീസ് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഒരു കോണ്ടാക്ട്, ഇത്രയധികം ഒരു സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഒന്ന് വിളിച്ചുകൂടെ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടുകൂടെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും നിങ്ങൾ. അപ്പോൾ എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്, ഇതുവരെ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം മാനസികമായി നിങ്ങളോട് ഒത്തിരി ഫീലിങ്സ് ഉണ്ടെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത എനർജിയിലാണ് ഇവർ ഇപ്പോഴും ഉള്ളതെന്നാണ് കാണുന്നത്. ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അത് നോക്കുമ്പോൾ ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഇവര് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത, നിങ്ങളെ അപ്രോച്ച് ചെയ്യാനോ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നോ മൊത്തത്തിലൊരു മറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ് അവരുടെ മനസ്സിന്റെ. അതുകൊണ്ടാണ് അവരൊരു കോണ്ടാക്ട് വരാനോ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയിൽ ഇരിക്കുന്നത്. ഇതിന് കാരണം നോക്കുകയാണെങ്കിൽ പാസ്റ്റില് നിങ്ങളെ ചീറ്റ് ചെയ്തു പോയ ഒരു വ്യക്തിയാണ് ഇവര്. നല്ല രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയ, അല്ലെങ്കിൽ വഞ്ചന നടത്തിയിട്ട് പോയ ഒരു വ്യക്തിയാണ്. അവർക്ക് അത് നന്നായിട്ട് അറിയാം. അതിനെ ഓർത്ത് അവർ ഒത്തിരി റിഗ്രറ്റും ചെയ്യുന്നുണ്ട്. ഒരു വഞ്ചന ചെയ്തിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്യരുത് എന്നുണ്ടോ ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്തൊരു വ്യക്തിയായിരിക്കും ഇത്. അപ്പോൾ അവർക്ക് നിങ്ങൾ ഏത് തരത്തിലാണ് അവരെ കെയർ ചെയ്തിരുന്നത്, നിങ്ങൾ ഏത് തരത്തിലാണ് അവരെ സ്നേഹിച്ചിരുന്നത്, എത്ര ജെന്യൂൻ ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിൽ നിന്നത്, ആ ഒരു കാര്യവും അവർക്കറിയാം. അത്രയധികം നിങ്ങൾ ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ അവർ ചീറ്റ് ചെയ്തു, അത് മോശമായി പോയി, വളരെ മോശമായി പോയി എന്ന കാര്യവും അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വരുമ്പോൾ നിങ്ങളോട് വളരെയധികം ഒരു റെസ്പെക്ട് ഈ ഒരു പേഴ്സൺ ഉണ്ട്. കാരണം നിങ്ങൾ ഇത്തരത്തിലൊരു വഞ്ചിച്ചിട്ട് പോലും ഇവരുടെ അടുത്ത് വളരെ കെയറിങ്ങോട് കൂടി നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം നിങ്ങളോടൊരു റെസ്പെക്ട് തോന്നുന്നു എന്നുള്ളൊരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടായിരിക്കും റിലേഷൻഷിപ്പ് നിന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ആയിരിക്കും ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തോന്നാനുള്ള കാരണം. അവർക്ക് തെറ്റ് പറ്റി എന്ന് അവര് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവരെ ഈ ഒരു സിറ്റുവേഷൻ, ഇത്രയും മാനസികമായ ഫീലിങ്സുകൾ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങളിലേക്ക് വരാനോ നിങ്ങളെ അപ്രോച്ച് ചെയ്യാനോ ഒരു കമ്മ്യൂണിക്കേഷൻ തരാതെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വീണ്ടും കിട്ടുന്ന എനർജീസ്. നിങ്ങളെ കുറച്ചൊന്ന് പൊസസീവ് ആയിട്ടുള്ള ആളുകളായാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ നിങ്ങൾ ബൈ ബർത്ത് പൊസസീവ്നെസ് ഒന്നും നിങ്ങളുടെ ക്യാരക്ടറിൽ ഉണ്ടായിരിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ തേർഡ് പാർട്ടിയൊക്കെ വന്നു കഴിയുമ്പോൾ വല്ലാത്ത രീതിയിൽ നിങ്ങളൊന്ന് സ്ട്രിക്റ്റ് ആകും. കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ കാര്യങ്ങളിൽ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന രീതിയിലേക്കൊക്കെ പോകും. അത് സ്വാഭാവികം മാത്രമാണ്. അത് പക്ഷേ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഈ തേർഡ് പാർട്ടിയൊക്കെ വന്നതിന് ശേഷം പിന്നെ എന്ത് ചെയ്താലും ഒരു സംശയം, ആ ഒരു രീതിയിൽ കാണാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവർക്കത് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷെ ഇവിടെ ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ഭാഗം ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു വഞ്ചന പറ്റി അല്ലെങ്കിൽ ഒരു ചതി പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെയും വിശ്വസിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്. ആരെ വിശ്വസിക്കണം, എന്ത് വിശ്വസിക്കണം, എല്ലാത്തിനും നമുക്ക് ഡൗട്ടായിരിക്കും. അതാണ് ഒരു പൊസസീവ്നെസ്സും കൺട്രോളിങ്ങും ഒക്കെ നമ്മൾ പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. അതൊരു മനസ്സിന്റെ കളികളാണ്. അപ്പം രണ്ടുപേരുടെ ഭാഗത്തും നമുക്ക് ഇത് പറയാനായിട്ട്, നിങ്ങളുടെ ഭാഗത്ത് ഒട്ടും തന്നെ തെറ്റ് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ മനസ്സ് പിന്നെ ഒരു രീതിയിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും അതിൽ നിന്ന് വരാനായിട്ട് തുടങ്ങും. ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾ ഒരു സെപ്പറേഷനിലേക്ക് എത്തിച്ചതെന്ന് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം എങ്ങനെയാണെങ്കിലും ഈ അവരുടെ ഒരു തെറ്റോ കാര്യങ്ങളോ ഒക്കെ ഇവര് മനസ്സിലാക്കുന്നുണ്ട്. ഒരു തെറ്റും അവർ ചെയ്ത പല തെറ്റുകൾ അവർ നിങ്ങളോട് ചെയ്തിട്ടുണ്ടാകാം. ഈ ഒരു തെറ്റുകൾക്കൊന്നും ഒരു ന്യായീകരണത്തിനും അവർ നിൽക്കുന്നില്ല. അതൊക്കെ തെറ്റുകൾ തന്നെയാണ് എന്ന് അവർ മനസ്സിലാക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പം
പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വരും എന്നാണ് നമുക്ക് കാണുന്നത്. ഇനി ഒരു ഫ്യൂച്ചറിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്ന് നമുക്ക് കാണുന്നുണ്ട്. ഇപ്പം നിലവിൽ ഇവരൊരു ആക്ഷനും എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും അതോടൊപ്പം തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് പോയ ഒരു വ്യക്തിയും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് ഇമോഷണലി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാനും ചിന്തിക്കാനും ഒക്കെ ശ്രമിക്കുന്നതായിട്ടുള്ള എനർജീസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്ത് തിരിച്ച് ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ വാല്യൂ എന്താണ് എന്ന് ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടും എല്ലാത്തിലും മികച്ചത് നിങ്ങൾ തന്നെ ആയിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. കാരണം അവരിപ്പോൾ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് കാണുന്നത്. പുറമേ കാണുന്ന പോലെയല്ല എന്നുള്ള കാര്യം വ്യക്തമായി അവർക്ക് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ടും മികച്ച ഒരു ക്യാരക്ടറും ബിഹേവിയറും ഒക്കെ ഉള്ളവരാണ് നിങ്ങൾ തന്നെയാണ് എന്ന് തോന്നുന്നത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതൊക്കെ തന്നെയായിരിക്കും നിങ്ങളോട് റെസ്പെക്ട് തോന്നുന്നതൊക്കെ നമ്മൾ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അവരുടെ ലൈഫിൽ നിങ്ങളില്ലാതെ ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നുള്ളൊരു കാര്യവും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എടുത്തു പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതായത് ഇവർക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കുറേ ആളുകൾക്ക് ഇവിടെ എൻഡ് ആയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ള കുറേ ആളുകൾ അത് എൻഡായി പോകാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു. ഇനി അത് വേണ്ട, എൻ്റെ ലൈഫിന് ഇത് ചേരുന്ന ഒരു കാര്യമല്ല, ഇത് എൻഡായി പോകണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ എൻഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ള എനർജീസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഒഴിവായി പോകുന്നു. ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഇത് മാറിപ്പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രാർത്ഥനകൾ, സ്പിരിച്വൽ പാത്തിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ടാകാം. അതിനൊക്കെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള എനർജീസ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ പ്രാക്ടിക്കലായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടും ഒക്കെ മനുഷ്യന്റെ വികാരങ്ങൾക്കൊന്നും വില കൊടുക്കാതെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ. ഇപ്പോൾ ആ ഒരു പേഴ്സൺ ഇമോഷണൽ ആയിട്ട് ചിന്തിക്കുന്നു, നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങളുടെ ഉള്ളിലും ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കാം ആ ഒരു വ്യക്തിയോട്. ഇത്രയൊക്കെ തെറ്റുകളൊക്കെ ചെയ്ത ഒരു പേഴ്സൺ ആണെങ്കിൽ കൂടിയും അവരൊക്കെ ഒന്ന് ക്ഷമിച്ചു കൊടുക്കാനുള്ള ഒരു ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലും ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹമുണ്ട് എന്ന് കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷിക്കാവുന്ന ഒരു റീഡിങ് തന്നെയാണ് ഈ ഒരു റീഡിങ് എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് അവരുടെ മാനസികാവസ്ഥ ഉള്ളത്. എങ്കിലും നിങ്ങളിലേക്ക് എത്രയും വേഗം തന്നെ ഒരു ഡിസിഷൻ എടുത്ത് വരണം, അല്ലെങ്കിൽ വരും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ വരണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഒത്തിരി ഇനി വന്നാൽ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് കാണാനും പറ്റുന്നത്. എനർജീസ് എല്ലാം അത് തന്നെയാണ് പറയുന്നത്. വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഒരു ഫാമിലി ലൈഫ് ഒക്കെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഈ റിലേഷൻഷിപ്പ് പഴയതിലും കുറച്ചും കൂടെ സെലിബ്രേഷനിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ് നമുക്ക് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ്. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് ഈ ഒരു പേഴ്സൺ സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമുക്ക് കിട്ടുന്നത് യു മേക്ക് മീ ഫീൽ ദാറ്റ് ഐ ആം അലൈവ്. ഓക്കെ, അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പോയിട്ട് ശരിക്കും മരിച്ച പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അവരുടെ മനസ്സ് മരിച്ച പോലെ, ശരീരം ജീവിക്കുന്നു, മനസ്സ് മരിച്ച പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സുകളാണ് അവരെ ഒരു ജീവനുള്ള ആളായിട്ട് പിടിച്ചു നിർത്തുന്നത് എന്നാണ് പറയുന്നത്. ഐ ഫീൽ കംഫർട്ടബിൾ ടു ഷെയർ എവറിത്തിങ് അബൌട്ട് മൈസെൽഫ് ടു യു. ഓക്കെ, എല്ലാ സത്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്താൽ മാത്രമേ അവർക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. യു അക്സെപ്റ്റ് മീ ആൻഡ് ലവ് മീ ഫോർ ഹൂ ഐ ആം. ഓക്കെ, നിങ്ങൾ അവരെ സ്വീകരിച്ചു, എങ്ങനെയാണോ അവരുള്ളത് അതേപോലെ അവരെ സ്വീകരിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. യു ആർ ക്യൂട്ട് ഈവൻ വെൻ യു ഡു ട്രൈ ടു ബി. ഓക്കെ, നിങ്ങൾ
ക്യൂട്ടായിട്ട് ഇരിക്കാനായിട്ട് ട്രൈ ചെയ്തില്ലെങ്കിൽ കൂടിയും നിങ്ങൾ എപ്പോഴും ക്യൂട്ടാണ് എന്നുള്ളതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏത് സമയത്തും നിങ്ങൾ വളരെ ക്യൂട്ടാണ്, നിങ്ങളൊരു ഇന്നസെൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. യു ഹാവ് ടോട്ട് മീ ദ ട്രൂ മീനിങ് ഓഫ് ലവ്. ഓക്കെ, നിങ്ങളാണ് യഥാർത്ഥ സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അവരെ പഠിപ്പിച്ച ഒരു വ്യക്തി നിങ്ങളാണ് എന്ന് പറയുന്നു. ഐ സ്റ്റിൽ ഫോൾ ഫോർ യു എവറി സിംഗിൾ ഡേ. ഓക്കെ, ഓരോ ദിവസവും നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ അവർ വീണു കിടക്കുന്നു. അതായത് നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്. ഓരോ നിമിഷവും ഓരോ ദിവസവും അവർ തള്ളി നിൽക്കുന്നത് നിങ്ങളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. ദർ ആർ കൗണ്ട്ലെസ് മോർ റീസൺസ് ടു ലവ് യു. ഓക്കെ, ഒത്തിരി എണ്ണി തീർക്കാൻ പറ്റാത്തിടത്തോളം റീസൺസ്, കാരണങ്ങളുണ്ട് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. യു ഹാവ് ടോട്ട് മീ ഹൗ ടു ബി എ ജെന്റിൽ ആൻഡ് പീസ് ലവിങ് പേഴ്സൺ. ഓക്കെ, നിങ്ങളാണ് അവരെ പഠിപ്പിച്ചത് ഒരു ജെന്റിൽ ആയിട്ടിരിക്കാനും അതുപോലെ സമാധാനം ഇഷ്ടപ്പെടുന്ന ഒരു വഴക്കും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ വളരെ സമാധാനത്തോടെ പോകുന്ന ഒരു വ്യക്തിയാകാനായിട്ട് മാറാനായിട്ട് നിങ്ങളാണ് അവരെ പഠിപ്പിച്ചത് എന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, കുറച്ച് ക്ലൂസും കൂടെ എടുത്തുക. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് മോൾ ഓൺ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. 1982. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മോൾ ഓൺ റൈറ്റ് ചീക്ക്, റൈറ്റ് സൈഡിലെ കവിളിലെ മറുകളുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ലെറ്റർ ഇ, പാലക്കാട് ജില്ല. റോസ് കളർ, സോഷ്യൽ വർക്കർ, സെൽഫ് എംപ്ലോയ്. നമ്പർ 22. Letter Z, September month. Letter I, medical field. 777 എന്ന് പറയുന്ന റേഞ്ച് നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ചോക്ലേറ്റ് ലവർ, ടെക്ക്. ലെറ്റർ C, ലെറ്റർ H, ഹോണസ്റ്റ്. 1998, നമ്പർ 37. ഓഗസ്റ്റ് മന്ത്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ എന്ന് വിചാരിക്കുന്നു. 1988 എന്ന് പറയുന്നൊരു വർഷം ഇവിടെ കിട്ടുന്നുണ്ട്. ഓറഞ്ച് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.